സകല കാലത്തിനും മുമ്പേ നിത്യജീവന്റെ വാഗ്ദത്തം നമുക്ക് തന്ന ഭോഷ്കില്ലാത്ത പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ഏകജാതനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തരുവാൻ അവിടുത്തേക്ക് നമ്മോട് സ്നേഹമായല്ലോ. അവിടുത്തേക്ക് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ. തൻ്റെ പ്രാണനെ നമ്മുടെ വീണ്ടെടുപ്പിന് മറുവിലയായി വെച്ച് തന്ന ദൈവകുമാരനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ആദരവോടുകൂടിയ വന്ദനങ്ങളും ഏവർക്കും അറിയിക്കുന്നു. ഒരു പുതിയ ദിവസവും കൂടെ നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം ദാനമായിട്ട് നൽകിയല്ലോ. ബുധനാഴ്ചകളിൽ നമ്മുടെ സമയത്തിന് വ്യത്യാസമുണ്ട് എങ്കിലും നിങ്ങൾ ഓർത്തിരുന്ന് സമയം ക്രമീകരിച്ച് കൂടുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം പ്രതിഫലങ്ങളെ നൽകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായർക്ക് അഥവാ എബ്രായ വിശ്വാസികൾക്ക് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ നിന്നുമാണല്ലോ. അതുകൊണ്ട് അതിനെ എബ്രായ ലേഖനം എന്ന് വിളിക്കുന്നു. എബ്രായർ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചു. വ്യക്തമായൊരർത്ഥം ഇന്നതാണ് എന്ന് തറപ്പിച്ച് പറയാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും പല അർത്ഥങ്ങൾ അതിനുള്ളതായിട്ട് കണ്ടു. പ്രത്യേകിച്ച് അബ്രഹാമിനെ എബ്രായൻ എന്ന് വിളിക്കുന്നു. മെസൊപ്പൊത്താമിയയിൽ നിന്ന് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച അബ്രഹാം വാഗ്ദത്ത നാട്ടിലേക്ക് നദി കടന്നെത്തി എന്ന അർത്ഥത്തിലാണ് ആ പേര് ഉപയോഗിക്കുന്നത് എന്ന പൊതുവായ ആശയം നിലനിൽക്കുന്നു. ഏബരന്റെ സന്തതി പരമ്പരകൾ ആണ് എബ്രായർ എന്ന മറ്റൊരു അഭിപ്രായമുള്ളതും നമ്മൾ പഠിച്ചു. ഏതായാലും ഇവിടെ എബ്രായർ എന്ന് വിളിക്കുന്നത് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നീ ഗോത്രപിതാക്കന്മാരുടെ സന്തതി പരമ്പരകളിൽപ്പെട്ട ജനസമൂഹത്തെയാണ്. യഹൂദൻ, ഇസ്രായേലിയർ, എബ്രായർ എന്നൊക്കെ അവർക്ക് പേരുണ്ട്. ആ എബ്രായരിൽ നിന്ന് മറിയയുടെ മകനായ യേശു ദൈവത്തിൻ്റെ വാഗ്ദത്ത മശിഹയാണെന്ന് വിശ്വസിച്ച് ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കി മോശ നിമിത്തം അവർക്ക് കൽപ്പിച്ചാക്കപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെ ക്രിയകളെ ഇട്ട് കർത്താവായ യേശുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച, നിത്യജീവൻ പ്രാപിച്ച യഹൂദ ക്രിസ്ത്യാനികളെയാണ് ഇവിടെ എബ്രായർ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ അവർ യേശുക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ച് അവർ വിട്ടിട്ട് പോന്ന പഴയ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് തിരിയുവാൻ തുടങ്ങിയപ്പോൾ, നമ്മുടെ ഭാഷയിൽ പിന്മാറാൻ തുടങ്ങിയപ്പോൾ, അവരെ യേശുക്രിസ്തുവിലേക്ക് മടക്കി വരുത്തുന്ന ഒരു മഹൽ ഗ്രന്ഥമാണ് ഈ എബ്രായർക്കുള്ള ലേഖനം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത് യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയും യേശുക്രിസ്തുവിൻ്റെ കാര്യക്ഷമതയും, the efficiency and sufficiency of Christ
in saving the humanity, all alone, needing nothing else. വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ലാതെ യേശുക്രിസ്തുവിന് പൂർണ്ണമായും മാനവജാതിയെ, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ മാനവജാതിയെ രക്ഷിക്കുവാൻ യേശു മതിയായവനാണ് അഥവാ പര്യാപ്തനാണ്. യേശുവിന് അതിന് കഴിയും. ക്രിസ്തുവിന് അതിനുള്ള കഴിവുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു ലേഖനമാണ് ഈ എബ്രായ ലേഖനം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച് ഈ പുസ്തകത്തിനകത്ത് സവിസ്തരം പ്രസ്താവിക്കുന്നത് അഥവാ വിവരിക്കുന്നത്. നമ്മൾ അതേക്കുറിച്ച് പഠിച്ചു വരികയാണ്. അതിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രവാചകന്മാരിലും ദൂതന്മാരിലും അതിശ്രേഷ്ഠനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെപ്പറ്റിയാണ് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ പഠിച്ചത്. 2-ാം അധ്യായത്തിൽ നാം കാണുന്നു കർത്താവായ യേശുക്രിസ്തു തൻ്റെ ദൈവത്വം കൊണ്ട് മാത്രമല്ല, പകരം തൻ്റെ മനുഷ്യത്വം കൊണ്ടും ശ്രേഷ്ഠനാണ് എന്ന്. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത 2-ാമത്തെ അധ്യായത്തിൽ, വിശേഷിച്ച് അതിൻ്റെ 5 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം അങ്ങനെയാണ് കണ്ടുവരുന്നത്. ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം, ആ മനുഷ്യത്വത്തിൻ്റെ ശ്രേഷ്ഠത, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്താൽ ക്രിസ്തു നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷ, അതിൻ്റെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ, അതെല്ലാമാണ് നാം ഇവിടെ കാണുന്നത്. അതിൽ വിശേഷിച്ച് 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടുള്ള പഠനമാണ് നാം ഇപ്പോൾ നടത്തുന്നത്. അതിൽ യേശുക്രിസ്തു നമ്മോട് താതാത്മ്യപ്പെടുന്നതിനെക്കുറിച്ച്, ഏകീഭവിക്കുന്നതിനെക്കുറിച്ച്, നമ്മോട് യേശുക്രിസ്തുവിൻ്റെ ആനുരൂപ്യത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ഇന്നലെ നാം അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങളിലായിരുന്നു നിന്നത്. ഒന്നും കൂടെ നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. എബ്രായർ 2, 12, 13. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. നമ്മൾ കണ്ടു യേശുക്രിസ്തു നമ്മോട് ഏകീഭവിച്ചു. ഇനിയുമുണ്ട് അതേ സംബന്ധിച്ചുള്ള പഠനങ്ങൾ. പ്രത്യേകിച്ച് 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാം. നമ്മളത് പറഞ്ഞു വിട്ടതാണെങ്കിൽ കൂടെ ഒന്നും കൂടെ അതിൽ കൂടെ യാത്ര ചെയ്യും. അപ്പോസ്തലൻ പറയുന്നു, നാമും കർത്താവും തമ്മിലുള്ള, കർത്താവെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തു, പിതാവായ ദൈവത്തെയും കർത്താവെന്ന് വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ കർത്താവ് എന്ന് കാണുന്നത് പിതാവായ ദൈവത്തെ അഥവാ യഹോവയായ ദൈവത്തെ കുറിക്കുന്നതിനാണോ അതോ യേശുക്രിസ്തുവിനെ കുറിക്കുന്നതിനാണോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നമ്മൾ കർത്താവ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. പഴയ നിയമത്തിൽ അഡോനായ്, പുതിയ നിയമത്തിൽ കുരിയോസ്.
Lord, Master, Owner, one who has absolute authority എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കർത്താവ്. പഴയ നിയമത്തിൽ അഡോണായി എന്നും പുതിയ നിയമത്തിൽ അഥവാ ഗ്രീക്ക് ഭാഷയിൽ കുറിയോസ്, KURIOS, കുറിയോസ്. അതിൽ നിന്നാണ് നമ്മുടെ മലയാളികളിൽ പുരുഷന്മാർക്ക് കുറിയാക്കോസ് എന്ന പേര് വന്നിരിക്കുന്നത്. നേരത്തെയും നമ്മൾ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് വിച്ച് ബിലോങ്സ് ടു ദ ലോർഡ് എന്നാണ് കുറിയാക്കോസിന്റെ അർത്ഥം. കർത്താവിനുള്ളത്. അപ്പോൾ യേശുക്രിസ്തുവിനെയാണ് നമ്മൾ ഇവിടെ കർത്താവ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ കർത്താവ് നാമുമായി എന്ന് വെച്ചാൽ പുതിയ നിയമ വിശുദ്ധന്മാരുമായി, സഭയിലെ വിശുദ്ധന്മാരുമായി ഏകീഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന ഘടകം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ക്രിസ്തു വിശുദ്ധീകരിക്കുന്നവൻ, നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നവർ. നമ്മൾ രണ്ടു കൂട്ടർക്കും പിതാവ് ഒരുവൻ. അങ്ങനെയുള്ള ഏകീഭാവങ്ങൾ കണ്ടിട്ട് പഴയ നിയമത്തിലെ 3 ഉദ്ധരണികളെ കുറിച്ചായിരുന്നു നമ്മൾ ആ വാക്യങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് സങ്കീർത്തനം 22-21 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവ സംബന്ധമായ വിവരണങ്ങൾ ഉള്ളപ്പോൾ 22-ാമത്തെ വാക്യത്തിൽ ടോൺ ആകെ മാറുകയാണ്. 21-ാം വാക്യം വരെ പറഞ്ഞു വന്ന രീതിക്ക് പെട്ടെന്ന് 22-ാം വാക്യത്തിൽ ഒരു മാറ്റം. അതിന് നമ്മൾ ഇന്നലെ കണ്ടു. കാരണം 21-ാമത്തെയും 22-ാമത്തെയും വാക്യങ്ങൾക്കിടയിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് നടന്നു. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ക്രൂശ് മരണം കൊണ്ടും തീരുന്നില്ല. അത് മരണത്തിനും അപ്പുറത്തേക്ക് പുനരുത്ഥാനത്തിലേക്ക് നീണ്ടു കിടക്കുന്നു. ആവർത്തിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തികളും ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും അവസാനിക്കുന്നില്ല. അവൻ സ്വർഗാരോഹണം ചെയ്യുന്നു. അവിടം കൊണ്ടും അത് തീരുകയില്ലല്ലോ. ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും പ്രത്യക്ഷനാകും. എബ്രായ ലേഖനം തന്നെ 9-28 വാക്യമാണ് നമുക്ക് ചിരപരിചിതമായ വാക്യം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു, നാം ഈ എബ്രായ 2-ാം അധ്യായത്തിന്റെ 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്നു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും മഹത്വത്തിൽ ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ പ്രാവചനികമായ വാക്യങ്ങളെ ദാവീദ് 22-ാം സങ്കീർത്തനത്തിൽ ഉദ്ധരിച്ചത് ഇവിടെ എടുത്തു പറയുകയാണ്. അത് യേശുക്രിസ്തുവുമായി വളരെയധികം ബന്ധിപ്പിച്ചുകൊണ്ട് എബ്രായ ലേഖകൻ പറയുന്നു. നമുക്ക് പറയാതെ അറിയാവുന്ന കാര്യമാണ്, ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക്
അവർ എബ്രായർ അഥവാ യഹൂദന്മാർ എന്ന നിലയിൽ നമ്മുടെ പഴയ നിയമത്തെ നന്നായിട്ട് അറിയാം. അവരുടെ തിരുവെഴുത്തുകളെ അവർ നന്നായി അറിയുന്നു. അതുകൊണ്ട് ആ തിരുവെഴുത്തുകളിൽ നിന്ന് യേശു മശിഹയാണെന്ന് തെളിയിച്ചു കൊടുക്കുകയാണ് ഇവിടെ ലേഖകൻ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ 12, 13 വാക്യങ്ങളിൽ പഴയ നിയമത്തിൽ നിന്ന് 3 വാക്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചത്. ആ 3 വാക്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. യെശയ്യാവിൽ നിന്ന് 2 വാക്യങ്ങളും സങ്കീർത്തനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് 22-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുദ്ധരിക്കുന്നത്. വേറെയും ചില സങ്കീർത്തനങ്ങൾ സമാനമായ വാക്യങ്ങളുണ്ട്. അപ്പോൾ അവിടങ്ങളിൽ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ കണ്ടത് 13-ാം വാക്യത്തിൽ പറയുന്ന ആദ്യത്തെ ഭാഗമായിരുന്നു. ഒന്നും കൂടെ 13-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. യെശയ്യാവിൽ നിന്ന് നമ്മൾ ഇന്നലെ ആ ഭാഗങ്ങൾ വായിച്ചിരുന്നു. അവിടെ 2 കാര്യങ്ങൾ. അതിലൊന്ന്, ഞാൻ അവനിൽ ആശ്രയിക്കും. കർത്താവായ യേശുക്രിസ്തു പിതാവായ ദൈവത്തിങ്കൽ ആശ്രയിക്കുമെന്നാണ് അതിനർത്ഥം. കാരണം യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നു. താഴെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. പാപം ഒഴികെ മനുഷ്യന്റെ എല്ലാ ബലഹീനതകളും ഉള്ളവനായിട്ടാണ് യേശു ഭൂമിയിൽ വന്നത്. ആവർത്തിക്കുന്നു, പാപം ഒഴികെ മനുഷ്യന്റെ എല്ലാ ബലഹീനതകളും ഉള്ളവനായിട്ട് തന്നെയാണ് യേശു ഭൂമിയിൽ വന്നത്. അവനിൽ പാപമില്ലായിരുന്നു എന്ന ഒരു വ്യത്യാസം നാമും കർത്താവും തമ്മിലുണ്ട്. ബാക്കി നാമും യേശുവും ഒരേപോലെ ഉള്ളവരായിരുന്നു. യേശുവിൻ്റെ ജനനം, വളർച്ച, ജനനമെന്ന് പറഞ്ഞത് നമ്മെപ്പോലെ മാതാപിതാക്കളാൽ ജനിച്ചുവെന്നല്ല, ഒരു ശിശുവായി, ഒരു ഭ്രൂണമായി അമ്മയുടെ ഉദരത്തിൽ ഉരുവായി ഒരു മനുഷ്യക്കുഞ്ഞ് വളരുന്ന അതേ രീതിയിൽ വളർന്ന് പ്രസവിക്കപ്പെട്ട് വളർന്നു വന്ന ഒരു മനുഷ്യജന്മം. താൻ മനുഷ്യൻ മാത്രമായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി യേശു വിളങ്ങി. അങ്ങനെ മനുഷ്യന്റെ പാപം ഒഴികെയുള്ള എല്ലാ ബലഹീനതകളും യേശുവിനുണ്ടായിരുന്നു. വസ്ത്രം ധരിക്കേണ്ട ആവശ്യം, ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം, ഉറങ്ങേണ്ട ആവശ്യം, യാത്ര ചെയ്യാൻ ഒരു വാഹനം, മൃഗമോ വാഹനമോ ഒക്കെ വേണ്ട മാനുഷിക ശാരീരിക അവസ്ഥയിൽ യേശു ജനിച്ചു. അപ്പൊ പാപം ഒഴികെ സകലത്തിലും യേശു നമ്മെപ്പോലെ ആയിത്തീർന്നു. 22-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ, 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ യേശു കടന്നുപോയി. അതുപോലെ
പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ കാര്യവും നമ്മൾ കേട്ടു. അവന്റെ വായിൽ അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന 1 പത്രോസ് 2:21 തൊട്ട് 23 വരെയാണ് ഇന്നലെ നമ്മൾ ഏറ്റവും ഒടുവിൽ വായിച്ചത്. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും ആ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കൽ കാര്യം പരമേൽക്കത്രേ ചെയ്തു. കണ്ടോ, യേശു പാപം ചെയ്തിട്ടില്ല, പക്ഷേ പാപം ചെയ്തിട്ടുമില്ല, വായിൽ വഞ്ചനയുമില്ലായിരുന്നു. പക്ഷേ യേശു ശകാരം കേട്ടു, യേശു കഷ്ടം അനുഭവിച്ചു. ശകാരം എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നതിന് ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്നത് ഗാലി, ചീത്ത, അസഭ്യം. യേശുവിനെ കുറിച്ച് അസഭ്യം പറഞ്ഞു. യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പോലും അസഭ്യം പറഞ്ഞത് നമുക്കറിയാം. ഇവന്റെ അമ്മയെ അറിയാം, പക്ഷെ ഇവന്റെ അപ്പൻ ആരാണെന്ന് അറിയില്ല. അതുകൊണ്ട് പലരും യേശുവിനെ വേശ്യാപുത്രൻ എന്ന് വിളിച്ചു. എന്തോ ഒരു അസഭ്യം പറച്ചില, ചീത്ത പറച്ചില, ശകാരമാ, ഒരു കാരണവുമില്ലാതെ. സ്തോത്രം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ യേശു എന്ത് ചെയ്തു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചു. അതിനൊറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൽ ആശ്രയിച്ചു. ആശ്രയിച്ചു. അപ്പോൾ ആശ്രയത്തിന്റെ നിർവചനമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം 1 പത്രോസ് 2:23 കണ്ടത്. അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളിലൂടെ യേശു കടന്നു പോയപ്പോൾ യേശു കർത്താവ് ചെയ്തതാണ് ദൈവത്തിൽ ആശ്രയിച്ചു എന്നത്. നമുക്കും അത് തികച്ചും മാതൃകയാണ്. നമ്മുടെയും ജീവിതത്തിൽ കഷ്ട, പ്രയാസ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, സ്തോത്രം, നാമും എന്താ ചെയ്യേണ്ടത്? യേശു കർത്താവ് ചെയ്തതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. ആശ്രയത്തിന്റെ നിർവചനം നമുക്ക് മനസ്സിലായല്ലോ. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത്. ഈ ആശ്രയത്തിന്റെ ഒരു നല്ല ചിത്രമാണ് നമുക്ക് 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ കിട്ടുക. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ നല്ല തെളിവ്, തെളിഞ്ഞ ചിത്രം നമുക്ക് 5-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ ലഭിക്കും. സ്തോത്രം. യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. സ്തോത്രം. ആശ്രയത്തിന്റെ നിർവചനം നമ്മൾ പത്രോസിന്റെ ലേഖനത്തിൽ കണ്ടു. ആശ്രയത്തിന്റെ ഉദാത്തമായ തെളിവ് അഥവാ അടയാളം നമുക്ക് ഇവിടെ എബ്രായർ 5-ാം അധ്യായത്തിൽ തന്നെ കാണാം. എന്താണ് ദൈവാശ്രയത്തിന്റെ ഉദാത്തമായ തെളിവ്?
the exclusive proof of one's trust in God. എന്താണ്? Submission. Prayer. പ്രാർത്ഥന. ഉത്തരം പ്രാർത്ഥന. ദൈവാശ്രയത്തിന്റെ നിർവചനം പത്രോസ് തന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ തന്നു. ആശ്രയത്തിന്റെ നിർവചനം, ആശ്രയത്തിന്റെ അടയാളം, ആശ്രയത്തിന്റെ തെളിവ് നമുക്ക് എബ്രായർ 5-7-8 വാക്യങ്ങളിലുണ്ട്. സ്തോത്രം. പ്രത്യേകിച്ച് 7-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥന. ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാചന കഴിച്ചു. അഭയയാചന, സപ്ലിക്കേഷൻ, പ്രയർ. സ്തോത്രം. നമ്മൾ മത്തായി 6-ാം അധ്യായം പഠിച്ച സമയത്ത് മനസ്സിലാക്കിയ കാര്യമാണ്, പ്രയർ ഈസ് നോട്ട് to inform God what we are in need or in what condition we are. It's not an information to the Lord, but it is the proof of our trust, our dependence on God, our reliance on God. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളോ നമ്മളിപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതോ ഒക്കെ ദൈവത്തെ അറിയിക്കുന്നതിനുള്ള ഒരു മാർഗമല്ല. അങ്ങനെ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിന് ഇൻഫോർമേഷൻ, അറിവ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മൾ നേരത്തെ പഠിച്ചു, മത്തായി 6-ന്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമ്മുടെ ദൈവം അറിയുന്നു. നമ്മൾ ദൈവത്തിന് അറിവ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവേ, എനിക്കിതുപോലൊരു ആവശ്യമുണ്ട് കേട്ടോ, അതിൻ്റെ ആവശ്യമില്ല. ദൈവം അതല്ലാതെ തന്നെ അറിയുന്നുണ്ട്. അപ്പൊ പിന്നെ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ഉണ്ട്. നമ്മൾ അന്ന് പഠിച്ച കാര്യമാണ്, അവർ prayer is neither to inform God nor to change God. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തല്ല? ഒന്ന്, ദൈവത്തിന് എന്തെങ്കിലും അറിവ് കൊടുക്കുന്ന, സൂചന കൊടുക്കുന്ന ഒരു കർമ്മമോ പ്രക്രിയയോ അല്ല. 2, ദൈവത്തിൻ്റെ മനസ്സിനെ മാറ്റാനുള്ള മാന്ത്രിക വിദ്യയുമല്ല. നാം എപ്പോഴും ഓർക്കണം, നമ്മുടെ പലപ്പോഴുമുള്ള പ്രാർത്ഥനകൾ ഈ 2 കാര്യങ്ങൾ നേടിയെടുക്കാനാണെന്നുള്ള നിലയിലാണ്. പാവം ദൈവത്തിനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈവത്തോടൊന്ന് പറഞ്ഞേക്കാം. ദൈവത്തിന് അറിവ് കൊടുക്കാൻ, ദൈവത്തിന് ഇൻഫോർമേഷൻ കൊടുക്കാനുള്ള ഒരു രീതിയായിട്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനും. ഇത് രണ്ടുമല്ല. ഇതിന് രണ്ടിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്. ഈ ഒരു രീതിയിലും നമ്മൾ പ്രാർത്ഥിക്കരുത്. സ്തോത്രം. പിന്നെ എന്തിനു വേണ്ടി ആകാവൂ? സ്തോത്രം. ദൈവത്തിലുള്ള ആശ്രയം, നിന്റെ ഹിതം ഞങ്ങളിൽ വെളിപ്പെടും.
ഒന്ന്, ദൈവത്തിൻ്റെ ഹിതം, ആ ഹിതത്തിനായിട്ടുള്ള സമർപ്പണം. അപ്പോൾ തന്നെ ദൈവം വലിയവനാണ് എന്നുള്ള നമ്മുടെ ബോധ്യം. മൂന്നാമത്തേതാണ്, ആ ഹിതത്തിന് സമർപ്പിച്ച് ഈ ദൈവത്തിൻ്റെ മഹത്വത്തിലുള്ള ബോധ്യം കൊണ്ട്, സ്തോത്രം, ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു. നമ്മളെ ആ ദൈവത്തിൽ അങ്ങ് കൊരുത്തിയിടുകയാണ്. I depend you on God completely, yielding myself for your will, acknowledging how great you are. This is actually prayer. These three things: yielding ourselves to God's will, His sovereign will, acknowledging He is the supreme being, He can do all things, and establishing we rely on Him for everything. ഈ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കണം. ഇത് മൂന്നും തെളിയിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഒന്ന്, ദൈവം ആരാണ്, ദൈവത്തിന് എന്ത് കഴിയും എന്ന നമ്മുടെ ബോധ്യം. സ്തോത്രം. രണ്ട്, ആ സർവജ്ഞനായ ദൈവത്തിൻ്റെ ഹിതത്തിനുള്ള വിധേയത്വം, കീഴ്പ്പടിയിൽ നമ്മെ തന്നെ താഴ്ത്തി കൊടുക്കുന്നത്. മൂന്ന്, ഈ ദൈവത്തിൽ എന്ത് ദൈവം ചെയ്യുന്നുവോ അതിനെ പൂർണ്ണമായും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവാശ്രയ ബോധം. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഫിലിപ്പർക്കുള്ള ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഒന്നിനെക്കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും ചിന്താകുലമരുത്. പിന്നെ എന്ത് ചെയ്യാം, എന്ത് ചെയ്യണം? പ്രാർത്ഥനയാലും Supplications. അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രം. പ്രാർത്ഥനയുണ്ട്, സപ്ലിക്കേഷൻ, സപ്ലിക്കേഷൻ, യാചനയുണ്ട്, ഉണ്ട്. അപേക്ഷയുണ്ട്. സ്തോത്രം. അവയാൽ നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. അവിടെ ദൈവത്തോട് അറിയിക്കുക എന്നത് ഇൻഫോർമേഷൻ ആയിട്ടല്ല. ഇംഗ്ലീഷിലെ വാക്യം ഒന്ന് വായിച്ചോ. മലയാളത്തിൽ അറിയിക്കുക അത്രേ വേണ്ടത് എന്ന് നമ്മൾ കാണുന്നു. Do not be anxious about anything, but in everything by prayer and supplication with thanksgiving, let your requests be made known to God. ഓക്കെ, ഏതാണ്ട് അതേ അർത്ഥം തന്നെയാണ്. സ്തോത്രം. Do not fret or have any anxiety about anything, but in every circumstance and in everything, by prayer, petition, with thanksgiving, continue to make your wants known to God. There comes thanksgiving, acknowledging
who or what our God is, what He can do. Because of that acknowledgement, we simply give thanks to the Lord. Lord, I know you are my Father. You care for me. ദൈവമേ, അങ്ങ് എൻ്റെ പിതാവാണെന്ന്, സർവശക്തനാണെന്ന്, എന്നെ കരുതുന്നവനാണെന്ന് ഒക്കെ ഞാൻ അറിയുന്നു. അതുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം. അവിടെ ആകുലതകളില്ല. സ്തോത്രം. ആശങ്കകളില്ല. നോ ആങ്സൈറ്റീസ്. അതുകൊണ്ടാണ് നമ്മൾ അന്ന് മത്തായി 6-ാം അധ്യായം പഠിച്ച സമയത്ത് ആങ്സൈറ്റി ഈസ് എ സീരിയസ് സിൻ എന്ന് പഠിച്ചത്. ആകുല ചിന്ത ഒരു ഗൗരവമേറിയ പാപമാണെന്ന് നമ്മളന്ന് പഠിച്ചു. ഏതൊരവസ്ഥയിലും, ഇൻ എവറി സർക്കംസ്റ്റാൻസ്, ഏതൊരു പരിതസ്ഥിതിയിലും നമ്മൾ ഭയപ്പെടരുത്, ആകുലപ്പെടരുത്, ആശങ്കപ്പെടരുത്, പരിഭ്രാന്തരാകരുത്. ദൈവമില്ലാത്ത ജാതികളെ പോലെ നമ്മൾ ജൽപ്പനം ചെയ്യരുത്. നമുക്കൊരു ദൈവമുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. ആ തിരിച്ചറിവോടെ നമ്മൾ ആ ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മെ വിധേയപ്പെടുത്തുക. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ, എന്നിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ വിധങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയും കാത്തിരിക്കുക. സ്തോത്രം. പ്രീമച്വറായി ദൈവത്തിൻ്റെ സമയത്തിനു മുമ്പ് പലതും ചെയ്യാനായിട്ട് നമ്മളായി തന്നെ പലതും ചെയ്യുവാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കും. Satan will tempt us to take some human initiatives prematurely, that Ishmaels be born instead of Isaacs. ഇസഹാക്കിനു പകരം ഇഷ്മായേലുമാര് ജനിക്കത്തക്കതുപോലെ നാമായി തന്നെ ചില ചുവടുവെപ്പുകൾ നടത്താൻ സാത്താൻ നമ്മെ പ്രേരിപ്പിക്കാം. അരുത്. അങ്ങനെ നമ്മൾ വെപ്രാളപ്പെടരുത്, ധൃതി വയ്ക്കരുത്. യേശുക്രിസ്തു പിതാവായ ദൈവത്തിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ വിധത്തിനു വേണ്ടിയും വിധങ്ങൾക്ക് വേണ്ടിയും തന്നെത്താൻ ഏൽപ്പിച്ച് കാത്തിരുന്നത് പോലെ തന്നെ നാം ആയിരിക്കണം. സ്തോത്രം. പ്രീമച്വറായിട്ട് ദൈവം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് ഉള്ളതൊന്നും എനിക്ക് വേണ്ട. സ്തോത്രം. ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടയാളാ. ശൗൽ രാജസ്ഥാനത്ത് നിന്നും തള്ളപ്പെട്ടയാളും. പക്ഷേ ഇപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുന്നത് തള്ളപ്പെട്ട റിജക്റ്റഡ് കിങ്, തള്ളപ്പെട്ട രാജാവ്. എന്നാൽ അഭിഷിക്തനായ രാജാവ് ഇപ്പോഴും കാട്ടിലും മറ്റും സ്വന്തം പ്രാണനെ രക്ഷിക്കാൻ ഇങ്ങനെ ഓടി നടക്കുക, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക.
he had the perseverance to trust in the Lord, to wait until God's appointed time. ഒന്നിലധികം പ്രാവശ്യം സ്വന്തം കൈകൊണ്ട് ശൗലിനെ കൊല്ലാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടും ദാവീദ് ചെയ്തില്ല. ദൈവത്തിൻ്റെ വിധത്തിനും ദൈവത്തിൻ്റെ സമയത്തിനും വേണ്ടി കാത്തിരുന്നു. അഭിഷിക്തനാണ്, പക്ഷെ അവിടെ ഇരിക്കുന്നത് തള്ളപ്പെട്ടയാളുമാ. പക്ഷെ ദൈവത്തിൻ്റെ സമയത്തിനും ദൈവം ചെയ്യുന്ന രീതിക്കും വേണ്ടി താൻ കാത്തിരുന്നു. നമുക്കും അത് തന്നെയാണ് വേണ്ടത്. ക്രിസ്തു ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ നിങ്കൽ ആശ്രയിക്കും. സ്തോത്രം. പിതാവായ ദൈവത്തിൽ സകലത്തിനും വേണ്ടി ആശ്രയിച്ചു. അപ്പം നുറുക്കിയപ്പോഴും കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തെ വാഴ്ത്തി, എന്നിട്ടാണ് അപ്പം നുറുക്കിയത്. വാഴ്ത്തി നുറുക്കുക എന്നൊരു പ്രയോഗം നമ്മുടെ ഇടയിലുണ്ട്. ഈ അപ്പം നുറുക്കുന്നതിനെയാണ് പൊതുവെ നമ്മൾ വാഴ്ത്തി നുറുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കാറുള്ളത്. പക്ഷെ അതല്ല. വാഴ്ത്തുക, പ്രൈസിങ്, എക്സോൾട്ടിങ്, അതർവൈസ് സിംപ്ലി ഗിവിംഗ് താങ്ക്സ് ടു ദ ഫാദർ. പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവിനെ വാഴ്ത്തി. സ്തോത്രം. പക്ഷേ കർത്താവ് അത് ചെയ്തില്ല. ജീസസ് could do everything God does by himself because Jesus was fully God. But he did not use that right and authority. Instead, for even a സ്നാനമേറ്റ് കഴിഞ്ഞ് ആദ്യം ചെയ്തത് എന്തായിരുന്നു? The first thing Jesus did right after his baptism, തെറ്റിയാലും സാരമില്ല, ഒന്ന് കൂടെ വന്നാൽ മതി. നിങ്ങളെ കൂടെ ഒന്ന് കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. Praying. Had been baptized and was praying. The heavens were open. വെരി ഗുഡ്. ചിലടത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്നാനം കഴിഞ്ഞ് ആദ്യം യേശു ചെയ്തത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി. വേറെ ചിലർ പറഞ്ഞു വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പം മുഖം തുടച്ചു. നമ്മുടെ ഇടയിൽ അങ്ങനെയാണല്ലോ. ഈ ചിലരാണെങ്കിൽ നമ്മുടെ ഇടയിലും ഉണ്ട് ഒത്തിരി അന്ധവിശ്വാസമൊക്കെ കേട്ടോ. അതുകൊണ്ട് സ്നാനപ്പെടാൻ പോകുമ്പം സ്നാനപ്പെടുന്നവരോട് ചിലർ പറയാറുണ്ട്, ദേ വെള്ളത്തിൽ സ്നാനപ്പെട്ടിട്ട് പൊങ്ങുന്ന ഉടനെ മുഖം തുടയ്ക്കരുത് കേട്ടോ, മുഖം തുടച്ചാൽ പിന്മാറിപ്പോകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നോട് ചിലർ ചോദിച്ചിട്ടുമുണ്ട്, ചിലർ പറഞ്ഞിട്ടുമുണ്ട് മുഖം തുടയ്ക്കരുതെന്ന്.
വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊങ്ങുന്ന സമയത്ത് ഏറ്റവും ആദ്യം മിക്കവരും ചെയ്യുന്നത് മുഖം തുടയ്ക്കുക, മുഖത്തെ വെള്ളം ഒന്ന്. സഹോദരിമാരാണെങ്കിൽ മിക്കവാറും അവരുടെ തലയിലെ തുണി വെള്ളത്തിൽ മുങ്ങുന്ന സമയത്ത് പോയിരിക്കും, അത് പിടിച്ചിടുകയൊക്കെ ആയിരിക്കും. ചിലപ്പോൾ മുടിയൊക്കെ മുമ്പോട്ട് വന്ന് കാണും, അതൊക്കെ ഒന്ന്. ഇത് വെച്ചുകൊണ്ടാണ് ചിലർ പറയുന്നത് യേശു സ്നാനപ്പെട്ടിട്ട് ഏറ്റവും ആദ്യം ചെയ്തത്, ചിലർ പറയും വെള്ളത്തിൽ നിന്ന് പൊങ്ങി, ചിലർ പറയും മുഖം തുടച്ചു. ഇതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ലൂക്കോസ് 3-ാമത്തെ അധ്യായം 20-21 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ജനമെല്ലാം യോർദാനിൽ വന്ന്, എടുത്തെങ്കിൽ വായിച്ചാട്ടെ, ആനിസിസ് എടുത്തെന്ന് തോന്നല്ലേ. Now when all the people were baptized, and when Jesus also had been baptized and was praying, the heavens were opened. Praise God. Luke 3:20. ആംപ്ലിഫൈഡ് എനിക്ക് വന്ന് 21 ആയിരിക്കും. English 21. ഓക്കെ. മലയാളത്തിലും 21 ആണോ? ജനമെല്ലാം സ്നാനമേറ്റ് 21 തന്നെ. ഓക്കെ. കണ്ടോ, സ്നാനം ഏറ്റ് കഴിഞ്ഞ ഉടൻ തന്നെ യേശു ആദ്യം ചെയ്തത്, സ്തോത്രം, പ്രാർത്ഥിക്കായിരുന്നു. ദൈവമായിരിക്കുന്ന യേശുവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താ? He was manifesting his reliance on the Father for everything. അത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്കറിയാം, യേശു കർത്താവ് നേരെ നടത്തപ്പെട്ടത് മരുഭൂമിയിലേക്കാണ്, ഉപവാസത്തിന്. നമ്മുടെ കൂട്ട് ആഹാരം കഴിക്കാതെ, എന്നാ പിന്നെ ഇനിയിപ്പം പല്ലു പോലും ഒന്നും തേക്കുന്ന ഒന്നും കഴിക്കണ്ടായല്ലോ. ഒത്തിരി പേര് എനിക്കറിയാം ഉപവാസ സമയങ്ങളിൽ പല്ലുപോലും തേക്കാറില്ല. ചോദിക്കുമ്പോൾ ഒന്നും കഴിക്കാനില്ലല്ലോ എന്നാ പറയുന്നത്. അപ്പൊ നമ്മിൽ പലരും ചെയ്യുന്നത് പോലെ ഉപവാസമാണെന്നും പറഞ്ഞ് കിടന്നുറങ്ങിയോ, ഇപ്പോഴത്തെ കണക്കിനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുകയോ ഒന്നും അറിയുന്നില്ല. യേശുക്രിസ്തു ഈ 40 രാവും 40 പകലും ഉപവസിച്ചപ്പോൾ പ്രാർത്ഥിക്കുക ചെയ്തത്. ഏതാണ്ട് അടുത്ത 3 വർഷത്തിൽ പരം 3-ൽ പരം വർഷങ്ങളിൽ ചെയ്യാൻ പോകുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ദൈവത്തിലുള്ള ആശ്രയത്തെയാണ് അവിടെയും കാണുന്നത്. പരസ്യ ശുശ്രൂഷയുടെ ആരംഭം സ്നാനത്തിലൂടെയാണെങ്കിൽ, സ്നാനപ്പെട്ട ഉടനടി പ്രാർത്ഥിച്ചു തുടങ്ങിയ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ, പരസ്യമായിട്ട് വെളിയിൽ ശുശ്രൂഷയ്ക്കായി വരും മുമ്പ് വീണ്ടും 40 നാളുകൾ ഒറ്റയ്ക്ക് പിതാവുമായി പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ച യേശു, ക്രൂശിക്കപ്പെടുന്നതിന് അല്ലെങ്കിൽ പിടിക്കപ്പെടുന്നതിന്, അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പും നാം കാണുന്നത് ഗദസമനയിൽ കവിണ്ണ് വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്ന യേശുവിനെയാണ്. സ്തോത്രം. In his humanity, Jesus proved his utmost trust in the Father by his fervent prayer, his prayer life. ഇവിടെ നാം അതാണ് കാണുന്നത്, ഞാൻ നിങ്കൽ ആശ്രയിക്കുന്നു. പ്രിയരെ, നമ്മുടെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റേതുപോലെ പ്രയാസങ്ങൾ, പരീക്ഷകൾ, പ്രലോഭനങ്ങൾ ഒക്കെ സംഭവിക്കും. അപ്പോഴെല്ലാം ഓർത്തുകൊള്ളണം, നാമും ചെയ്യേണ്ടത് യേശു നമുക്ക് കാണിച്ച മാതൃകയാണ്. എന്താ?
ട്രസ്റ്റ് ഇൻ ഗാഡ്. പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമുക്ക് സ്വയമായി ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്ന് ഉണ്ടെങ്കിൽ പോലും വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പോലും ദൈവത്തിൽ നാം ആശ്രയിക്കുക. സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുക. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു എന്ന് എബ്രായർ 5 നമ്മൾ കാണുന്നു. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം ലജ്ജിതരാവുകയില്ല. ആ ആശ്രയത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ ദൈവഹിതത്തിനുള്ള വിധേയപ്പെടലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദമുള്ള ഹിതം നിറവേറ്റും നാം അവനെങ്കിൽ ആശ്രയിച്ചാൽ. ലജ്ജിക്കയില്ല നമ്മൾ. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ശരി, ഒന്നുമില്ല എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സ്തോത്രം. ഞാനും എനിക്ക് തന്ന മക്കളും. സ്തോത്രം. ഇതാ ഞാനും എനിക്ക് തന്ന മക്കളും. സ്തോത്രം. ഇവിടെ നമുക്ക് നാമും യേശുക്രിസ്തുവും തമ്മിലുള്ള അടുത്ത ഒരു ബന്ധത്തെ കാണാം. ഇന്നലെ നമ്മളത് പറഞ്ഞു വിട്ടിരുന്നു. പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് ക്രിസ്തുവും നമ്മളും തമ്മിൽ സഹോദരങ്ങളാണെന്ന്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തുവും നമ്മളും തമ്മിൽ ഒരു പിതൃപുത്ര ബന്ധമുണ്ട് എന്നാണ്. സ്തോത്രം. ഒരു പിതൃപുത്ര ബന്ധം. യെശയ്യാ പ്രവചനം 9 6 വാക്യം. For to us a child is born, to us a son is given, and the government shall be upon his shoulder, and his name shall be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് നമുക്ക് ഏവർക്കും മനഃപ്പാഠമാണ്. നമ്മുടെ കർത്താവിൻ്റെ വിവിധ പേരുകളും സ്ഥാനങ്ങളുമാണ് അവിടെ. ഡിഫറെന്റ് നെയിംസ് ആൻഡ് പൊസിഷൻസ് ഓർ ഓഫീസസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. One among them is he will be called Everlasting Father. യേശു കർത്താവിൻ്റെ വിവിധ പേരുകളും സ്ഥാനപ്പേരുകളുമൊക്കെയാണ് നമുക്കവിടെ കാണാൻ പറ്റുക. അതിൽ ഒരു പ്രധാനപ്പെട്ട പേരാണ് നിത്യപിതാവെന്ന് വിളിക്കപ്പെടും. സ്തോത്രം. യേശുക്രിസ്തു നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ഇവിടെ നാം അത് തന്നെയാണ് കാണുന്നത്. സ്തോത്രം. ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് വെച്ചാൽ
പിതാവായ ദൈവം നമ്മളെ വിശുദ്ധന്മാരെ, പ്രത്യേകിച്ച് പുതിയ നിയമ വിശുദ്ധന്മാരെ, കർത്താവായ യേശുവിന് മക്കളായി നൽകിയിരിക്കുന്നു. ഇന്നലെയും നമ്മൾ യെശയ്യാ 53 10 വാക്യം വായിച്ചായിരുന്നു. Isaiah 53 verse 10 we had read yesterday also. Yet once again please, ഒന്നും കൂടെ. Yet it was the will of the Lord to crush him. He has put him to grief. When his soul makes an offering for guilt, he shall see his offspring, he shall prolong his days, and the will of the Lord shall prosper in his hand. He shall see his offspring. അവൻ സന്തതിയെ കാണും. സ്തോത്രം. സന്തതിയെ കാണും. He shall see his spiritual offsprings. അതുകൊണ്ടാണ് കാവ്യഭാഷയിലോ പ്രസംഗ ഭാഷയിലോ ഒക്കെ പറയാറുള്ളത്, നമ്മെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് യേശുക്രിസ്തു നൊന്തു പ്രസവിച്ച പ്രസവശാലയാണ് കാൽവരി ക്രൂശ് എന്ന്. So in poetical or in preacher's language, we often preach like this. Calvary, the Golgotha, the cross is the maternity room where Jesus gave birth to you and me into the family of God. സ്തോത്രം. ദൈവത്തിൻ്റെ ഭവനത്തിൽ നമ്മെ യേശുക്രിസ്തു നൊന്തു പ്രസവിച്ച ആ പ്രസവശാല, ആ പ്രസവ മുറിയാണ് കാൽവറി. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിനെയും ഇവിടെ പിതാവ് എന്ന് നമുക്ക് വിളിക്കാം. ക്രിസ്തുവിന്റെ പേര് നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ. Because of his death on the cross, he could see his offspring's descendants. സന്തതികളെ കാണാൻ. നമ്മൾ ക്രൂശിന്റെ സന്തതികളാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ സന്തതികളാണ്. നമുക്ക് ദൈവഭവനത്തിലേക്ക് ആത്മീയ ജനനം നൽകിയ സ്ഥലമാണ് ക്രൂശ്, കാൽവറി. പ്രൈസ് ഗോഡ്. ഇവിടെ മക്കൾ എന്നുള്ളതിന് ഞാനും നീ എനിക്ക് തന്ന മക്കളും, ചിൽഡ്രൻ, I and the children whom God has given me. പെയ്ഡിയോൻ എന്നാണ് ഇവിടെ ചിൽഡ്രൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന, മക്കൾ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന മൂലപദം. PAI, പെയ്ഡിയോൻ, DION, പെയ്ഡിയോൻ. നമ്മൾ വേറെ 2 പദങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഈ പെയ്ഡിയോൻ എന്ന പദം ഇൻഫൻസിന് വേണ്ടിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ, വിതൗട്ട് എനി ജെൻഡർ ഡിഫറൻസ്. ദിസ് വേർഡ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഇൻഫൻസ് who need growth, who need care.
സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുന്നത് നോട്ട് ഓൺലി ബ്രദറൻ ബട്ട് ഓൾസോ ചിൽഡ്രൻ. നമ്മളെ സഹോദരങ്ങളെന്ന് മാത്രമല്ല, മക്കളെന്നും കൂടെ വിളിക്കുക. ശിശുക്കൾ എന്ന നിലയിൽ, ശിശുക്കൾ എന്ന നിലയിൽ. സ്തോത്രം. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പോകാൻ സമയം അനുവദിക്കുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് നിർത്താം. നാമും കർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ രണ്ട് പ്രധാന മുഖങ്ങളാണിവിടെ. സഹോദരങ്ങളെന്നും മക്കളെന്നും. സ്തോത്രം. ദ ചിൽഡ്രൻ. എത്ര സന്തോഷകരമായൊരു അനുഭവമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മിൽ പലരും മാതാപിതാക്കളാണ്. നമ്മുടെ വീട്ടിൽ ആദ്യത്തെ കുഞ്ഞ് പിറക്കുമ്പോഴുള്ള ഒരു ശിശുവിൻ്റെ ജനനത്തിലുള്ള നമ്മുടെ സന്തോഷം, ആ കുഞ്ഞിന് വേണ്ടി, ആ ശിശുവിന് വേണ്ടി അപ്പനും അമ്മയും എന്തെല്ലാം ചെയ്തു കൂട്ടുന്നേ, എന്തൊക്കെ കഷ്ടങ്ങൾ സഹിക്കാറുണ്ട്. സ്തോത്രം. അപ്പം നമ്മളെ കർത്താവ് ശിശുക്കളായി, പെയ്ഡിയോനായി കണ്ടിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ എന്ന നിലയിൽ കരുതിയതിനേക്കാൾ, സഹിച്ചതിനേക്കാൾ അധികം സഹിച്ച് നമ്മെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ല നിത്യപിതാവായി ക്രിസ്തു നമുക്കുള്ളതിനായിട്ട് സ്തോത്രം. ആ തൃക്കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.